വന്യജീവി ആക്രമണങ്ങൾ ഇതുപോലെ തുടർന്ന് ഓരോ ദിവസവും ജീവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും പാലക്കാട് ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് ഒരാൾ മരിച്ചു. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ട് അതിന്റെ നടപടികളൊക്കെ കഴിഞ്ഞിടയ്ക്ക് എടുത്തിരുന്നു. പക്ഷെ ഒന്നും ഫലപ്രദമാവാത്തതാണോ അത് പ്രാവർത്തികമാവാത്തതിന്റെ പ്രശ്നമാണോ? ഇതോടെ നമുക്ക് അവസാനിപ്പിക്കുക. ഇതിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ ജനസംഖ്യാ നിയന്ത്രണം നല്ലതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഒരഭിപ്രായമല്ല, ലോകത്താകെ നടക്കുന്നത് ഒരു ഭാഗത്തെ കുറക്കുന്നതിന് വേണ്ടിയുള്ള നായാട്ടും മറ്റുമാണ്. അത്തരം നടപടികൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു. ഇതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. അത് മാറണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം നയം തിരുത്തേണ്ടതാണ്. പക്ഷേ കേന്ദ്ര നിയമം അതിനെതിരാണ്. ആ നിയമത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്ക് ഇന്ന് വാർഷിക ദിനമായതുകൊണ്ട് ഒരു കേക്ക് മുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മറ്റേ പത്രസമ്മേളനം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് നിങ്ങളെ ബൈക്ക് എടുത്താൽ ഇവിടെ കേക്ക് വെക്കാം.